ഏറെ ആദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുൽ അജയ്യനായ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ തങ്ങൾ ഉസ്താദ് അവർകളെ, അഭിവന്ദ്യനായ MT ഉസ്താദ് അവർകളെ, മറ്റാദരണീയരായ ഉലമാക്കളെ, സാദാത്തുക്കളെ, ഉമറാക്കളെ, ബഹുമാന്യരായ സഹപ്രവർത്തകരെ, അനുഗ്രഹീതമായ ഈ സദസ്സിൽ തടിച്ചുകൂടിയ സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, ജ്യേഷ്ഠാനുജന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ പ്രദേശത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു ഗ്രൂപ്പ് ഒരു പരിപാടി നടത്തുകയുണ്ടായി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ചെറുതും വലുതുമായ നിരവധി ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ബഹുമാന്യ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ തൻ്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയതുപോലെ ഈ ഓരോ വിഭാഗങ്ങളും പരസ്പരം ഷിർക്കും കുഫ്റും ആരോപിച്ചുകൊണ്ടാണ് ഓരോ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ സമ്മേളനങ്ങളിൽ സംബന്ധിക്കാത്ത ആളുകൾക്ക് പോലും സോഷ്യൽ മീഡിയയിലൂടെ ഇവർ തമ്മിലുള്ള വിഴുപ്പലക്കലുകളാണ് ഇന്ന് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. നീണ്ട 98 വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശം ഉയർത്തിപ്പിടിക്കുന്ന മുസ്ലിം ജനകോടികളുടെ ആദർശം ഷിർക്കാണ്, കുഫ്റാണ് എന്ന് പ്രചരിപ്പിച്ച ആളുകൾക്ക് അവരെ നേർക്ക് നേരെ വ്യത്യസ്ത കഷ്ണങ്ങളാക്കി പിളർത്തി പരസ്പരം അതേ ഷിർക്കും കുഫ്റും ആരോപിച്ചു കൊണ്ടിരിക്കുകയും ഓരോ വിഭാഗങ്ങളും എന്തിനാണ് നിങ്ങൾ ഈ മുഅ്മിനീങ്ങളുടെ പേരിൽ ഷിർക്ക് ആരോപിക്കുന്നത്, കടുത്ത കുറ്റമല്ലേ എന്ന് വിലപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈന്യമായ ദൃശ്യങ്ങളാണ് നമ്മൾ വീഡിയോകളിലൂടെ യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഘടകം ശ്രദ്ധേയമാണ്. ചില ആളുകൾ പറയാറുണ്ട്, എന്തിനാണ് മുസ്ലിങ്ങൾക്കിടയിൽ നിങ്ങൾ ഭിന്നതയുണ്ടാക്കുന്നത്, അവർ സമ്മേളനം വെച്ചോട്ടെ, നിങ്ങളെന്തിനാണ് സമ്മേളനം വെക്കുന്നത്, ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കാമോ എന്ന്. യഥാർത്ഥത്തിൽ അത്തരക്കാർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എത്തിപ്പെട്ടിരിക്കുന്ന ഈ ദൈന്യമായ സ്ഥിതി. ഒരു നൂറ്റാണ്ട് മുമ്പ് അവർ മുന്നോട്ട് വച്ച ഏകദൈവ വിശ്വാസം മുസ്ലിം ജനസമൂഹം അംഗീകരിച്ചിരുന്നുവെങ്കിൽ അവർ തെറ്റായ പാതയിലേക്ക് പോവുകയും നരകത്തിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. അത് ശരിയല്ല എന്ന് അവർ തന്നെ പരസ്പരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആധികാരിക ജനസമൂഹത്തിന് യഥാർത്ഥ വിശ്വാസം ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നാണ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഏകദൈവ വിശ്വാസം തൗഹീദിൻ്റെ വിഷയത്തിൽ മാത്രം 3 ചേരികളായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ചേരിയുടെ നിലപാട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ വചനത്തിന് അവർ നൽകുന്ന അർത്ഥം മനുഷ്യ കഴിവിന് അതീതമായി ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ ഇല്ലേ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന്. മനുഷ്യന് ചില കഴിവുകളുണ്ട്, ആ കഴിവുകൾക്ക് അതീതമായി അള്ളാഹുവിന് മാത്രമേ കഴിവുള്ളൂ എന്ന് കൃത്യമായി ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്ന ഒരു ചേരി, ഒരു ഗ്രൂപ്പ് മാത്രമല്ല, ആ ഗ്രൂപ്പിൻ്റെ കൂടെ വേറെയും ആളുകളുണ്ട്. ആ ഗ്രൂപ്പ് ഇത് പറയുമ്പോൾ അത്യന്തം അപകടകരമായ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പ്. അവർക്ക് ഈ ആശയത്തിന് എതിരായ നിരവധി ഖുർആൻ സൂക്തങ്ങളെ വളച്ചൊടുക്കേണ്ടി വരുന്നു. അനവധി സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമുള്ള ഹദീസുകളെ തള്ളിപ്പറയേണ്ടി വരുന്നു. അവർ ഈ പറയുന്ന അർത്ഥം വെക്കുമ്പോൾ നമ്മൾ പറയുകയല്ല, ഇവരുടെ മറുഭാഗത്തുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഗ്രൂപ്പുകൾ തന്നെ ചോദിക്കുന്നു, മനുഷ്യ കഴിവിന് അപ്പുറമുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മലക്കുകൾക്ക് കഴിവില്ലേ? മനുഷ്യ കഴിവിന് അതീതമായ കഴിവ് മലക്കുകൾക്ക് അള്ളാഹു നൽകിയിട്ടില്ലേ? മലക്കുകൾ അങ്ങനെ ആ തരത്തിൽ മനുഷ്യനെ സഹായിച്ചിട്ടില്ലേ? കൃത്യമായി പറഞ്ഞാൽ ബദർ യുദ്ധത്തിൽ മലക്കുകൾ ഇറങ്ങുമെന്ന് കൃത്യമായി പഠിപ്പിക്കുകയും ഖുർആൻ അത് പ്രകാരം മലക്കുകൾ മുസ്ലിം സഹോദരന്മാരെ സഹായിക്കുകയും ചെയ്തുവെന്ന് ഖുർആന്റെ നസ്സല്ലേ എന്ന് മറുവിഭാഗം ചോദിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും
അന്നി മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. സൂറത്തുൽ അൻഫാൽ 9-ാം സൂക്തം. നബിയെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം ചോദിക്കുന്ന ഘട്ടം അള്ളാഹു നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം തന്നു. അന്നി മുമിദ്ദുകും ബിഅൽഫിൽ മിനൽ മലായിക, 1000 മലക്കുകളെ ഈ യുദ്ധത്തിൽ ബദറിൽ നിങ്ങളോടൊപ്പം ഇറക്കിക്കൊണ്ട് അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തു എന്ന് പച്ചയായി ഖുർആൻ പറയുമ്പോൾ, അത് വിശദീകരിച്ചുകൊണ്ട് സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിം ഉൾപ്പെടെയുള്ള ഹദീസുകൾ ബദർ യുദ്ധത്തിൽ മുസ്ലിം സഹോദരന്മാരുടെ പങ്കു ചേർന്നുകൊണ്ട് മലക്കുകൾ പടവെട്ടി എന്ന് വ്യക്തമാക്കുമ്പോൾ, ഈ ഹദീസിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? മറുവിഭാഗം ചോദിക്കുന്നു, ഇത് മനുഷ്യന്റെ കഴിവിന് അതീതമായി മലക്കുകൾക്ക് അള്ളാഹു കഴിവ് നൽകിയെന്ന് നേർക്കുനേരെ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ആ ആയത്തിന് അങ്ങനെ അർത്ഥം വെക്കേണ്ട ആവശ്യമില്ല. 1000 മലക്കുകളെ കൊണ്ട് നിങ്ങളെ സഹായിക്കുമെന്നാണ് പറഞ്ഞത്, സഹായിച്ചു എന്നല്ല ആയത്തിലുള്ളത്. അതുകൊണ്ട് മലക്കുകൾ ഇറങ്ങിയിട്ടില്ല, സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഖുർആൻ സൂക്തം ഇവരോട് അച്ചടിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം മറുവിഭാഗം മുജാഹിദുകൾ തന്നെ അവരോട് ചോദിക്കുന്നു, ജിന്നുകൾ മനുഷ്യന് ഉപകാരം ചെയ്യുന്നില്ലേ, ഉപദ്രവം ചെയ്യുന്നില്ലേ? ഇത് മനുഷ്യ കഴിവിന് അതീതമായ, പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായ ഒരു പ്രത്യേകമായ കഴിവുകൾ ജിന്നുകൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടല്ലോ എന്ന്. അതിന് തെളിവായി നിരവധി ഹദീസുകൾ അവർ ഉദ്ധരിക്കുന്നു, ഖുർആൻ സൂക്തങ്ങൾ ഉദ്ധരിക്കുന്നു. ഒരൊറ്റ ഹദീസ് അവർ ഉദ്ധരിക്കുന്നത് ഞാൻ കേൾപ്പിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഇമാം സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ്. ആ ഹദീസിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വക്കലിനെ ഏൽപ്പിച്ചു, സക്കാത്ത് മുതൽ സൂക്ഷിക്കാൻ വേണ്ടി രാത്രി കാവൽ നിൽക്കാൻ ഏൽപ്പിച്ചു. ഞാൻ രാത്രി കാവൽ നിന്നു. ആളുകൾ കുറങ്ങുകയാണ്. ഒരാൾ പതുക്കെ വന്ന് സക്കാത്തിൻ്റെ ശേഖരത്തിന് തൻ്റെ കൈക്കൊമ്പിൾ കൊണ്ട് കോരിയെടുത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കയ്യോടെ പിടികൂടി. അവിടെ വെക്കടാണ് സക്കാത്തിൻ്റെ ബദലാത്. അയാൾ തൻ്റെ ദാരിദ്ര്യാവസ്ഥ പറഞ്ഞു, ദൈന്യത പറഞ്ഞു. അപ്പം എനിക്കൊരു പാവം തോന്നി, എന്നാൽ കുറച്ച് കൊണ്ടുപോട്ടെ വിചാരിച്ചു. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കാലത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു കണ്ടപ്പോൾ ചോദിച്ചു, അബൂ ഹുറൈറ മാ ഫഅല അസീറുക, അന്നേരം നീ പിടിച്ച ബന്ദിയില്ലേ, പിടികൂടിയ ബന്ദി അയാൾ എന്തായി ചോദിച്ചു. നബിയെ, സംഭവം അയാൾ ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പാട് പറഞ്ഞപ്പോൾ ഞാൻ വിട്ടതാണ്, ഇനി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അഹന്ന വസയഊദു ഗദൻ, നാളെയും വരും എന്ന് പറഞ്ഞ പോലെ പിറ്റേന്ന് വന്ന് പതുക്കെ ഇയാൾ കോരി എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അബൂ ഹുറൈറ കയ്യോടെ പിടികൂടി. അയാൾ തൻ്റെ ദൈന്യത പിന്നെയും പറഞ്ഞു. അയാളെ പാവം തോന്നി വിട്ടയച്ചു. പിറ്റേന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്തായി മാ ഫഅല അസീറുക, നീ പിടികൂടിയ മനുഷ്യൻ എന്താണ്, ആ കഷ്ടപ്പാട് കാണിച്ച മനുഷ്യൻ എന്ത് ചെയ്തു നീ ചോദിച്ചു. നബിയെ, ഞാൻ ഇന്നത്തെ പോലെ തന്നെയാണ് വിട്ടയച്ചു എന്നുള്ളൂ. നബി തങ്ങൾ പറഞ്ഞു, അയാൾ ഇനിയും വരും എന്നാണ്. 3-ാമത്തെ ദിവസം വന്ന് ഇയാൾ സമ്പത്ത് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ, സക്കാത്തിൻ്റെ ബദൽ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ കയ്യോടെ പിടികൂടി, ഇനി തന്നെ വിടുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇതാ അവൈത്ത ഇലാ ഫിറാഷിക, അബൂ ഹുറൈറ നീ കിടക്കാൻ പോകുന്ന സമയത്ത് രാത്രി ഫഖർ ആയത്തുൽ കുർസി ഓതി കടന്നോ. ഫഇന്നക ലൻ യസാറ അലൈക ഹാഫിദുൻ മിനല്ലാഹ്, എന്നാൽ നേരം പുലരും വരെ അള്ളാന്റെ സംരക്ഷകൻ നിന്റെ കൂടെ ഉണ്ടാകും. വല യഖറുക ശൈത്താൻ, ഒരു ശൈത്താനും എന്നെ അടുക്കൂല, എൻ്റെ അടുത്തേക്ക് വരൂല എന്ന് പറഞ്ഞ് സ്ഥലം വിട്ടു. പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു വെച്ചപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ, ഫൈനഹു കദൂബുൻ, അവർ ഭയങ്കര നുണയൻ ശൈത്താനാണ് കേട്ടോ. പക്ഷേ വഖദ് സദഖ, ഇപ്പൊ പറഞ്ഞ സത്യമാണ്, സംഭവം അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഹദീസിൽ ബുഖാരിയുടെ ഹദീസാണ്. ലോക മുസ്ലിങ്ങൾ നിഷേധിക്കാൻ ഒരിക്കലും ചാൻസ് ഇല്ലാത്ത, നിഷേധിക്കാത്ത ഈ അനിഷേധമായ ഹദീസിൽ പറയുന്നു, ജിന്നുകൾ, പിശാച് വർഗ്ഗങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ ഇടപെട്ടു, ഇവിടെ മനുഷ്യന് കഴിയാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അഭൗതികമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന്. ആ ചോദ്യം ഇവർ ചോദിക്കുന്നു. അവരോട് തന്നെ മനുഷ്യ കഴിവിന് അപ്പുറത്തുമുള്ള കഴിവ് ജിന്ന് മനുഷ്യനല്ല, മനുഷ്യനല്ലാത്തൊരു സൃഷ്ടിക്കുമില്ല, അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കുമില്ലെന്ന് പറയുമ്പോൾ അപ്പോൾ പിശാചുകളോട് ചോദിക്കുന്നുണ്ട്, പിശാചിന് മനുഷ്യനെ ഉപദ്രവിക്കാൻ കഴിയില്ലേ? അതിനെന്താണ് തെളിവ്? ഇവർ തന്നെ ചോദിക്കുന്നു അപ്പുറത്തുള്ളവരോട്. സ്വഹീഹുൽ ബുഖാരിയിലുണ്ടല്ലോ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പിശാച് മനുഷ്യന്റെ മൂക്കിൻ്റെ ഉള്ളിൽ കടന്നുറങ്ങും. യവീതു ശൈത്താനു ഫീ ഹൈഷൂമിഹി, തരിമൂക്കിനുള്ളിൽ കടന്നുറങ്ങുമെന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് രാവിലെ മൂക്കിൽ വെള്ളം കയറ്റി മൂക്ക് പിഴിഞ്ഞ് വൃത്തിയാക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ലേ, ബുഖാരിൻ്റെ ഹദീസല്ലേ. അതിനവർ പറയുന്നു, അവിടെ ഷെയ്ത്താൻ എന്ന് അർത്ഥം വെക്കണ്ട, അവിടെ പൊടി പടലങ്ങൾ എന്ന് അർത്ഥം വെച്ചാൽ മതി. അത് ഞങ്ങൾ പകലെങ്ങനെ യാത്ര ചെയ്ത് ഷെയ്ത്താൻ പൊടിപടലങ്ങളൊക്കെ ഉള്ളിൽ കടന്നിട്ടുണ്ടാവും, അത് കഴിക്കാനാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ആ ഹദീസിനെ വളച്ചൊടിക്കുന്നു. അടുത്ത ചോദ്യം ഇതേ വിഭാഗം 5-ാമത്തെ ചോദ്യം ചോദിക്കുന്നു, സിഹ്ർ യാഥാർത്ഥ്യമല്ലേ? ആഭിചാരം എന്നൊരു പ്രവർത്തനമുണ്ടല്ലോ, നമ്മുടെ നാട്ടിലുണ്ട്, ഗൾഫ് നാടുകളുണ്ട്, ലോകത്തെന്നും എക്കാലവും ഉണ്ടായിട്ടുണ്ട്.
എത്രത്തോളം സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ലബീദ് ഇബ്നു ആസം എന്ന ജൂതൻ സിഹിർ ചെയ്തു, ആഭിചാരം ചെയ്തു. തങ്ങളുടെ ജീവിതത്തിൽ ചില വ്യതിയാനങ്ങൾ വന്നു, ചില പ്രയാസങ്ങൾ നേരിട്ടു. ഈ പ്രയാസങ്ങൾ ദൂരീകരിക്കായിരുന്നു സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും അല്ലാഹു ഇറക്കി ചില മന്ത്രങ്ങൾ നടത്തിയത്. അങ്ങനെ തങ്ങൾ വിമോചിതനായി എന്ന കാര്യം സ്വഹീഹുൽ ബുഖാരിയിൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സിഹിർ ചെയ്യണമെങ്കിൽ പിശാചിന്റെ പിന്നിൽ പ്രവർത്തിക്കണം. പിശാചിന് അങ്ങനെ ഒരു കഴിവ്, മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള ഒരു കഴിവില്ല. അതുകൊണ്ട് ആ ഹദീസ് ബുഖാരിന്റെ ഹദീസ് തള്ളണമെന്ന്. ആറാമത്തെ കാര്യം, ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ ഇവർ ചോദിക്കുന്ന ചോദ്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം മണ്ണ് തിന്നില്ലെന്ന് ഹദീസിലുണ്ടല്ലോ. ഇന്നല്ലാഹ ഹറമ അജ്സാദൽ അംബിയ അലാ ഹാദിഹിൽ അർള്. ഈ ഭൂമിയിൽ നബി തങ്ങളുടെ ശരീരം വെച്ചാൽ, പ്രവാചകന്മാരുടെ ശരീരം വെച്ചാൽ അത് ദ്രവിച്ചു പോകില്ല എന്ന് സ്വഹീഹായ ഹദീസിലുണ്ടല്ലോ. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അത് മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള കഴിവല്ലേ? മനുഷ്യന്റെ ബോഡി സത്യത്തിൽ മണ്ണിൽ വെച്ചാൽ ദ്രവിക്കണമല്ലോ പ്രകൃതിപരമായിട്ട്. അത് ദ്രവിക്കാതെ കാത്തു സൂക്ഷിക്കുന്ന രീതി എന്താണ്? അതിന്റെ പിന്നിലുള്ള രഹസ്യം നമ്മുടെ ഭൗതികമായ കഴിവിന് അപ്പുറമുള്ള ഒരു കഴിവല്ലേ ഈ കഴിവ്? ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നു, ഖലഖഹു മിൻ തുറാബ്, മണ്ണ് കൊണ്ടാണ് മനുഷ്യനെ പടച്ചത്. മണ്ണിൽ വെച്ചാൽ ആ മണ്ണിന്റെ ശരീരം ലയിച്ചു ചേരണം, മറിച്ചുള്ള ഹദീസുകൾ തള്ളിക്കളയണമെന്ന്. ഈ തരത്തിൽ ഈ വിഭാഗം മറുവിഭാഗത്തോട് മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള ജിന്നിന്റെയും മലക്കിന്റെയും പിശാചിന്റെയും കഴിവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ഹദീസുകളൊക്കെ തള്ളിക്കളയുകയും അത്തരത്തിലുള്ള ഖുർആൻ സൂക്തങ്ങളൊക്കെ വളച്ചൊടുക്കുകയും ചെയ്തുകൊണ്ട് ഈ വിഭാഗം പോയിക്കൊണ്ടിരിക്കുക എങ്ങോട്ടാണ്? കൃത്യമായി പറഞ്ഞാൽ ഹദീസ് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്ന ചേകനൂർ മൗലവിയുടെ പ്രസ്ഥാനത്തിലേക്ക് വലിയൊരു വിഭാഗം, ഈ കരിപ്പൂരിൽ സമ്മേളനം നടത്തിയ വിഭാഗം വരി നിന്നുകൊണ്ട് കുഫ്രിയത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഗൗരവതരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് സമസ്ത ഇടപെട്ടത്. ഇത്ര ഒരു ഭാവി സമസ്ത പ്രതീക്ഷിച്ചതാണ്. ഇവരുടെ കാര്യത്തിൽ അയഞ്ഞ നിലപാട് സ്വീകരിച്ചാൽ, ഇവരുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ, വിദഅത്തുമായി കോംപ്രമൈസിന് പോയാൽ അത് അപകടകരമായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സമസ്തയുടെ പ്രഖ്യാപിത നിലപാട്. ആരോടൊക്കെ വിട്ടുവീഴ്ച ചെയ്താലും നീക്കുപോക്കുകൾ നടത്തിയാലും ശരി, വിദഅത്തുമായി കോംപ്രമൈസിന് ഇല്ല എന്ന പ്രഖ്യാപിതമായ നിലപാട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ചുകൊണ്ട് യഥാർത്ഥ തൗഹീദിൽ മുസ്ലിം സമൂഹത്തെ ഉറപ്പിച്ചു നിർത്തിയത്. ഇതൊരു ചേരിയുടെ സ്വഭാവം. മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രബലമായ രണ്ടാമത്തെ ചേരിയുണ്ട്, ജിന്ന് വിഭാഗം. അവർ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ മനുഷ്യ കഴിവിന് അതീതമായ കഴിവ് അള്ളാഹുവിന് മാത്രം എന്നല്ല, സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കഴിവ് അള്ളാഹുവിന് മാത്രം എന്നാണ്. അങ്ങനെ സുഗന്ധ മലക്കുകളുടെ കഴിവ് അത് കുഴപ്പമില്ല, ജിന്നുകളുടെ കഴിവ് അത് കുഴപ്പമില്ല, സൃഷ്ടിയാണ്. പിശാചിന്റെ കഴിവ് അത് കുഴപ്പമില്ല, സൃഷ്ടിയാണ്. സൃഷ്ടികൾക്ക് അള്ളാഹു നൽകുന്ന കഴിവിനപ്പുറം ഒരു ഉപകാരോപദ്രവം ചെയ്യാൻ അള്ളാഹു അല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന പുതിയ നിർവചനം കൊടുക്കുന്നു. എൻ്റെ സഹോദരന്മാരെ, ഈ നിർവചനം പറയുമ്പോൾ ഇതെല്ലാം ശരിയാണ്. മലക്കൾ ബദറിറങ്ങിയത് ശരിയാണെന്ന് ആ വിഭാഗം പറയുന്നു. പിശാചുകളും ജിന്നുകളും നമ്മളെ ഉപദ്രവിച്ചതും ഉപകാരം ചെയ്തതും ശരിയാണെന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹിർ ചെയ്ത ഹദീസ് ശരിയാണെന്ന് പറയുന്നു. അതുപോലെ മനുഷ്യനെ പ്രവാചക തിരുമേനിയുടെ ശരീരം മണ്ണ് തിന്നരുത് പറഞ്ഞ ഹദീസ് ശരിയാണെന്ന് പറയുന്നു. സംസം വെള്ളം എന്തിനാണ് ഉദ്ദേശിച്ച് കുടിച്ചാൽ ആ കുടിക്കുന്നത് ശരിയാണെന്ന് പറയുന്നു. കുഴപ്പമില്ല, രോഗം ക്ഷയാകുമെന്ന് പറയുന്നു. മറുവിഭാഗം നിഷേധിക്കുന്നു. ഇതൊക്കെ ശരിവെക്കുന്നു. പുതിയ വിഭാഗം, പ്രബലമായ ജിന്ന് വിഭാഗം, അവരോട് ഞങ്ങൾ ചോദിക്കട്ടെ, മറുവിഭാഗം ബുഖാരിയുടെ ഹദീസുകൾ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് ഖുർആൻ വടച്ചൊടിച്ചുകൊണ്ട് ചേകനൂരിൻ്റെ മാർഗത്തിൽ, കുഫ്റിൻ്റെ മാർഗത്തിലേക്ക് പതുക്കെ മന്നം നടന്നു നീങ്ങുമ്പോൾ നിങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ, സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കഴിവ് അള്ളാഹുവിന് മാത്രം എന്ന് വെച്ചാൽ ഈ വിശുദ്ധാത്മാക്കളുടെ സഹായം തേടുന്നതിന് എന്തിനാണ് നിങ്ങൾ ശിർക്കാക്കുന്നത്? വിശുദ്ധാത്മാക്കൾ സൃഷ്ടികളല്ലേ? ആരാണ് ബദരീങ്ങൾ അള്ളാഹു ദൈവമാണെന്ന് പറഞ്ഞത്? ആരാണ് മുഹീദ്ദീൻ ഷെയ്ഖ് ദൈവമാണെന്ന് പറഞ്ഞത്? ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാഹാണെന്ന് പറഞ്ഞത്? അവർക്ക് സൃഷ്ടികളാണെന്നല്ലേ സുന്നികൾ വിശ്വസിക്കുന്നത്? സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കഴിവ് അള്ളാഹുവിന് മാത്രമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഈ സൃഷ്ടികളെ വിശുദ്ധാത്മാക്കൾക്ക് അള്ളാഹു നൽകിയ കഴിവ് നിങ്ങൾക്ക് അംഗീകരിക്കുന്ന എന്താണ് മടി? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മഹാനായ ഇമാം അഹ്മദ് ഹംബൽ നിങ്ങൾ നിഷേധിക്കുക? അദ്ദേഹത്തെ എങ്ങനെയാണ് നിങ്ങൾ മുശ്രിക്കാക്കുക? ഇതിൻ്റെ പിൻവലിക്കാൻ ബാധ്യസ്ഥരല്ലേ? മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വസലില്ലാഹ ഹാജതക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ചെയ്യുമ്പോൾ അല്ലാഹുവിനോട് നീ ചോദിക്കണം, മുതവസ്സിലൻ ഇലൈഹി ബിനബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മധ്യവർത്തിയാക്കിക്കൊണ്ട് വസീലയാക്കിക്കൊണ്ട് വേണം അല്ലാഹുവിനോട് ചോദിക്കാൻ.
അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ മധ്യവർത്തിയാക്കിക്കൊണ്ട് ചോദിച്ചാൽ തുഖ്ല മിനല്ലാഹി അസ്സ വജല്ല, നിന്റെ ആവശ്യം നിർവഹിക്കപ്പെടും, ഒരു സംശയവുമില്ലെന്ന് ലോക പ്രശസ്തനായ പ്രമുഖനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, ഇത് പറഞ്ഞ അഹ്മദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിനെ മധ്യവർത്തിയാക്കി അള്ളാഹു ശുപാർശയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താമെന്ന് പറയുമ്പോൾ, അത് അള്ളാഹു മഹാത്മാക്കൾക്ക് നൽകിയ മരണാനന്തരം അവർക്ക് നൽകിയ കഴിവ് അവർ കേൾക്കുന്നുണ്ട്, അള്ളാഹുവിലേക്ക് തവജ്ജുഹ് ചെയ്യുന്നത് വിശ്വസിച്ചാൽ ഈ സൃഷ്ടികൾക്കുള്ള കഴിവിനെ അംഗീകരിക്കുമ്പോൾ എന്തിനാണ് സുന്നികളെ തവസ്സുന്റെ പേരിൽ മുശ്രിക്കാക്കുന്നത്? എന്തിനാണ് സുന്നികളെ ഇസ്തിഗാസയുടെ മുശ്രിക്കാക്കുന്നത്? മഹാനായ ഇമാം നവവി, ലോക പ്രശസ്തനായ മഹാനായ ലോകമഹാപണ്ഡിതൻ, അദ്ദേഹം സിയാറത്തിനെ കുറിച്ച് പറയുന്നു, റസൂലുള്ളാഹിന്റെ സിയാറത്തിനെ കുറിച്ച്, വയതവസ്സലു ബിഹി ഫീ ഹഖ്ഖി നഫ്സിഹി, അള്ളാഹുവിന്റെ റസൂലിനെ മധ്യവർത്തിയാക്കിക്കൊണ്ട് വേണം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അള്ളാഹിന്റെ റസൂൽ മുമ്പിൽ ചെന്ന് അല്ലാഹുവിനെ നേരിട്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലാണ് താൻ എന്ന വിചാരത്തോടുകൂടി റസൂലുള്ളാഹിനെ ഇടയിൽ വെച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. മാത്രമല്ല അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ട് ശുപാർശ തരണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിനോട് ശുപാർശ യാ റസൂലല്ലാഹ് അങ്ങനെക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയണം. ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആല, അള്ളാഹുവിലേക്ക് ശുപാർശ തേടണം തങ്ങളെ കൊണ്ടെന്ന് പറയുമ്പോൾ, ഇതാണ് സുന്നത്ത് മര്യാദ എന്ന് പഠിപ്പിക്കുമ്പോൾ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അള്ളാഹിന്റെ റസൂലിനോട് സഹായം തേടണമെന്നോ അള്ളാഹിന്റെ റസൂലിനെ മുൻനിർത്തി പ്രാർത്ഥിക്കണമെന്നോ പറയുമ്പോൾ അത് ശിർക്കാണെന്ന് ഏതടിസ്ഥാനത്തിൽ പറയും? അള്ളാഹുവിന്റെ റസൂൽ സൃഷ്ടിയാണെന്നല്ലേ മുസ്ലിം ലോകം വിശ്വസിക്കുന്നത്? അവരെ മുശ്രിക്കാക്കാൻ നിങ്ങൾക്ക് എന്താണ് ന്യായം? മാത്രമല്ല, ഞാൻ പറയട്ടെ, മഹാനായ ഇബ്നു ഖുദാമ റഹിമഹുല്ലാ തന്റെ ഫിഖ്ഹിൽ വിശദീകരിക്കുന്നു, സിയാറത്ത് റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, അവൻ പറയണം വഖദ് അതൈതുക, നബിയെ ഞാൻ അങ്ങയുടെ മുന്നിലാ വന്നിരിക്കുന്നു, മുസ്തഗ്ഫിറൻ മിൻ ദുനൂബി, എൻ്റെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി, മുസ്തശ്ഫിയം ബിക ഇലാ റബ്ബി, യാ റസൂലുള്ളാഹ് അങ്ങയെ കൊണ്ട് റബ്ബിലേക്ക് ശുപാർശ തേടിക്കൊണ്ട് അങ്ങനെക്ക് എൻ്റെ ദോഷം പുറത്തു കിട്ടാൻ എൻ്റെ റബ്ബിനോട് ശുപാർശ ചെയ്യണമെന്ന് പറഞ്ഞ് നേരിട്ട് തങ്ങളോട് അപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ, മഹാനായ ഇബ്നു ഖുദാമ ഇത് റഹ്മഹുല്ലാഹ് പറയുമ്പോൾ, ഇത് പറഞ്ഞ ഈ കഴിവ് മഹാനായ നബി തങ്ങൾ കേൾക്കാൻ കഴിവുണ്ടെന്ന് പഠിപ്പിക്കുന്ന, തങ്ങളോട് പറയണമെന്ന് പറയുന്ന, തങ്ങളെ വസീലയാക്കണമെന്ന് പറയുന്ന ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് മുശ്രിക്കാകുമോ? ഇത് അംഗീകരിക്കുന്ന പ്രവർത്തിക്കുന്ന സുന്നികൾ മുശ്രിക്കാക്കുമോ? മുശ്രിക്കാക്കുമെന്ന് എന്താണ് മുശ്രിക്കാകുമെന്ന് ന്യായം? ഇവർ സൃഷ്ടികൾ, അല്ലാഹുവിന്റെ റസൂൽ സൃഷ്ടിയാണെന്നല്ലേ വിശ്വസിക്കുന്നത്? എന്ത് പറയാൻ സാധിക്കുമെന്ന കൃത്യമായ ചോദ്യത്തിന് സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഈ രണ്ടാമത്തെ വിഭാഗത്തിന് ഒരു മറുപടിയും പറയാൻ കഴിയാത്ത അവസ്ഥാവിശേഷം നിലവിലുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ ഈ നിലയിൽ പോവുകയാണെങ്കിൽ അവർക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ സലഫ് സ്വാലിഹീങ്ങൾ തൊട്ട് പഠിപ്പിച്ച തവസ്സുലും ഇസ്തിഗാസയും അംഗീകരിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഈ ചർച്ച മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇവിടെയുള്ള വിവാദങ്ങൾ വ്യക്തമാക്കുന്നത്. മൂന്നാമത്തെ ഒരു ചേരിയുണ്ട്, അവർ ഔദ്യോഗിക വിഭാഗം. ഔദ്യോഗിക വിഭാഗം മാറി മാറി കളിക്കാത്ത തൗഹീദിന്റെ വിഭാഗത്തിൽ വിഷയത്തിൽ 2002 തൗഹീദായിരുന്നു, 2007 വേറെ തൗഹീദ്, 2012 വേറെ തൗഹീദ്, 2017 വേറെ തൗഹീദ്. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരാണ് തൗഹീദിൽ അപ്ഡേഷൻ നടത്തുന്ന ആൾക്കാർ. ഇവരെ തൗഹീദിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളെ തൗഹീദ് അടിയന്തരമായി ഒന്ന് ഉറപ്പിക്കണം, അതുകൊണ്ട് ആ തൗഹീദ് ആധാർ ലിങ്ക് ചെയ്യണമെന്ന് പലരും ശുപാർശ ചെയ്യുന്നത് ഇവരെ ഈ തൗഹീദിനെ കുറിച്ചാണ്. ഇതാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ 3 ചേരിയുടെ അവസ്ഥാവിശേഷം. അവിടെയാണ് ശ്രദ്ധേയമായ ഒരു വിഷയം. തൗഹീദ് എന്ന ഇസ്ലാമിന്റെ ആണിക്കല്ല് അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ സകലമാന അമ്പിയാക്കൾ പഠിപ്പിച്ച പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ വചനത്തിന്റെ അർത്ഥം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് 98-100 വർഷം പിന്നിട്ടിട്ടും കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ആ വിഷയത്തിൽ ആനയ്ക്ക് കുരുടൻ ആനയെ കണ്ട പോലെ അവർ തമ്മിൽ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കുരുടൻ പറഞ്ഞു ആന മുറം പോലെയാണ്, കാരണം ആനയുടെ ചെവിയിലാണ് തൊട്ട് നോക്കിയത്. വേറെ ആൾ പറഞ്ഞു ആനയുടെ കാൽ തൊട്ട് നോക്കിയിട്ട് ആന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയ ഭീമാകാരമായ ഒരു കാലാണെന്ന് പറഞ്ഞു. ഇതുപോലെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എന്താണ് തൗഹീദ് നിർണ്ണയിക്കാതെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കുരുടന്മാർക്ക് മഹാനായ സയ്യിദുൽ ഉലമാ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു ഒരു വാഗ്ദാനം, സംവാദം വേണമെന്നില്ല, നിങ്ങൾ മാന്യമായി അന്തസ്സായി നിങ്ങൾ ലീഡേഴ്സ് വന്നാൽ യഥാർത്ഥ തൗഹീദ് എന്താണെന്ന് കൃത്യമായി വസ്തുനിഷ്ഠമായി നിങ്ങൾ ബോധ്യപ്പെടുത്തി തരാമെന്ന് പറഞ്ഞത്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ പണ്ഡിതന്മാർ അംഗീകരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് സ്ഥായിയായ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. വേറെ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമി, അവരെ പ്രത്യേകത എന്താ വെച്ചാൽ സ്ഥലകാല സാഹചര്യങ്ങൾക്കനുസരിച്ച് തൗഹീദ് മാറ്റിവെക്കുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്ന വിഭാഗമാണ്.
കാലത്തിനനുസരിച്ച് തൗഹീദിൽ വിട്ടുവീഴ്ച ചെയ്യുക, തൗഹീദ് തൽക്കാലം മാറ്റിവെക്കുക, ഷിർക്ക് തൗഹീദാക്കി മാറ്റുക, തൗഹീദ് ഷിർക്കാക്കി മാറ്റുക. സത്യത്തിൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അവസ്ഥ എന്തായിരുന്നു? ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന അനുസരിക്കൽ ഷിർക്കാണ്. ആ ഭരണഘടന അനുസരിക്കൽ ഷിർക്കാണെന്ന് മാത്രമല്ല, അത് ബഹുദൈവ വിശ്വാസമാണ്. അഥവാ ഭരണഘടന അനുസരിക്കുന്നവൻ ആരാണ്? മുശ്രിക്കാണ്, ഇസ്ലാമിന്റെ പുറത്താണ്. അതേ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ ഷിർക്കാണ്, മത്സരിച്ചാൽ ബഹുദൈവ വിശ്വാസമാണ്, മത്സരിച്ചവൻ ഇസ്ലാമിന്റെ പുറത്താണ്, ബഹുദൈവ വിശ്വാസിയാണ്. ഇതേ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു വോട്ട് രേഖപ്പെടുത്തൽ ഷിർക്കാണ്, തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയാൽ ബഹുദൈവ വിശ്വാസിയാണ്, അവൻ ഇസ്ലാമിന് പുറത്താണ് എന്ന്. പക്ഷേ ഏറ്റവും വലിയ വിരോധാഭാസം, അതേ ജമാഅത്തെ ഇസ്ലാമി എന്ത് ചെയ്തു? ഇതേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി മാറി മാറി മുന്നണികളുമായി നീക്കുപോക്കുണ്ടാക്കി ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി, നേടിയെടുക്കാൻ വേണ്ടി വെൽഫെയർ പാർട്ടി എന്ന പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ഇന്ന് മാറി മാറി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന അന്നത്തെ ഷിർക്ക് ഇന്നത്തെ തൗഹീദ് തൗഹീദാക്കിയ വിചിത്രമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് കീഴിൽ നടത്തലും അതിലെ കുട്ടികളെ പഠിക്കാൻ പറഞ്ഞേക്കലും ഷിർക്കാണ്. ആ ഷിർക്കാണെന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഇന്നിപ്പോൾ പറയുന്നു അത്തരം സ്ഥാപനങ്ങൾ നടത്തിയാൽ മാത്രം പോരാ, അത്തരം സ്ഥാപനങ്ങൾ പഠിച്ച ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് മാത്രമല്ല, ഗവൺമെന്റ് ജോലി സ്വീകരിക്കൽ ഷിർക്കാണെന്ന് പഠിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി ആ ഗവൺമെന്റ് ജോലി കിട്ടുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളെ ആളുകളെ അതുകൂടി PSC ഏറ്റെടുക്കണമെന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന വിരോധാഭാസം ഒരു ഭാഗത്ത് കാണുമ്പോൾ, മാത്രമല്ല കോടതി വിധി സ്വീകരിക്കൽ ഷിർക്കാണ് ജമാഅത്തെ ഇസ്ലാമി. ഒക്കെ ഗവൺമെന്റിനെ അനുസരിക്കൽ ഷിർക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം അനുസരണം, ആരാധന, അടിമവേല. അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹുവിന് മാത്രമേ അടിമല ചെയ്യപ്പെടാവൂ, അള്ളാഹുവിന് മാത്രമേ അനുസരിക്കാവൂ. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിക്കൽ അള്ളാഹുവിനെ അനുസരിക്കലല്ല, ഈ പറഞ്ഞ കോടതിയെ അനുസരിക്കൽ ഗവൺമെന്റിനെ അനുസരിക്കലല്ല, വിദ്യാഭ്യാസ സ്ഥാപനം നടത്തൽ ഗവൺമെന്റിനെ നടത്തൽ അനുസരിക്കലാണ്. ഇതൊക്കെ ഷിർക്കാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ ഗവൺമെന്റുമായി സഹകരിക്കലാണ്, ഷിർക്കാണ്. വോട്ട് ചെയ്യൽ ഷിർക്കാണ്, ഗവൺമെന്റുമായി സഹകരിക്കൽ, അവർ അനുസരിക്കലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഷിർക്കാക്കി ചിത്രീകരിച്ച ജമാഅത്തെ ഇസ്ലാമി കോടതിയെ അനുസരിക്കൽ ഷിർക്കാണ്. ആ ജമാഅത്തെ ഇസ്ലാമിക്കാണ് മീഡിയ 1 4 ദിവസം നിരോധിച്ചപ്പോൾ സുപ്രീം കോടതിയിൽ പോയത്, ഷിർക്ക് ചെയ്തു. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഈയിടെ അവരുടെ ഭരണഘടന പരിഷ്കരണം വരുത്തിക്കൊണ്ട് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു, അന്ന് ഞങ്ങൾ ഷിർക്കാണെന്ന് പറഞ്ഞ ഈ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും തൗഹീദാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമ്പോൾ തൽക്കാലം ഞങ്ങൾ ഷിർക്ക് മാറ്റിവെച്ചിരിക്കുന്നു, ഇന്ത്യയിലെ സാഹചര്യം ജീവിക്കണമെങ്കിൽ ഇങ്ങനെ വേണമെന്ന് പറയുമ്പോൾ ആ ജമാഅത്തെ ഇസ്ലാമിയോട് പറയട്ടെ, ഈ വിധത്തിൽ തൗഹീദ് ഇത്രമാത്രം വികലമായ തൗഹീദാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് പഠിപ്പിച്ചതെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്കൂ, മുസ്ലിം സമുദായം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജമാഅത്തെ ഇസ്ലാമി ബിദ്അത്തിന്റെ ആശയമാണ്, നരകത്തിലേക്കുള്ള പാർട്ടിയാണെന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ പിന്തിരിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ അപകടകരമായ ലോകത്തൊരു കാലത്തും മാറ്റമില്ലാതെ അമ്പിയാക്കൾ പ്രബോധനം ചെയ്ത ഈ തൗഹീദ് ഈ വികലമാക്കിയ വിഭാഗത്തിലെ ആളുകൾ ചെന്നുപെടില്ലായിരുന്നു. ഇവിടെയല്ലേ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്നും ഇന്നും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന അർത്ഥമല്ല, ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ അർത്ഥമല്ല. അഖ്സാ ഗായത്തുൽ ഹുദൂഉ വത്തദിൽ പരമമായ താഴ്മയും വിനയവും അർപ്പിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രമെന്നാണ് അതിന് വിശദമായ വിശദീകരണങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ആ കാര്യം നമ്മുടെ പണ്ഡിതന്മാരെ സമീപിച്ചാൽ മഹാനായ സയ്യിദുൽ ഉലമയെ സമീപിക്കണമെന്നില്ല, വന്യരായ MT ഉസ്താദിനെ സമീപിക്കണമെന്നില്ല. നമ്മുടെ കൂട്ടത്തിലെ മുഷാവറ മെമ്പറെ, ഒരു മുദർരിസിനെ, മിനിമം ഗഫൂർ അൻവയുടെ അടുത്ത് കോടങ്ങാട് പോയിട്ട് ഈ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൽ നിങ്ങളെ സംശയം തീരുമെന്ന് മാത്രമല്ല, ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ പാവപ്പെട്ട പ്രവർത്തകന്മാരെ യഥാർത്ഥ തൗഹീദിലേക്ക്, സംശുദ്ധമായ തൗഹീദിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ വിനയാദരപൂർവ്വം പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരം അപകടകരമായ ബിദ്അഈ ചിന്തകൾ പാവപ്പെട്ട മുസ്ലിങ്ങളിൽ വളർത്തി പിന്നീട് തിരുത്തി അപ്പോഴേക്കും കുറേ ആളുകൾ വഴിതെറ്റി നരകത്തിലേക്ക് പോയി മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം പാർട്ടികളുടെ കാര്യത്തിൽ ഒരു എക്സ്ക്യൂസുമില്ല, ഒരു വിട്ടുവീഴ്ചയുമില്ല. അത്തരം കാര്യങ്ങൾ ആര് പറഞ്ഞാലും ശരി അവരുമായി ഒരു നീക്കുപോക്കും തയ്യാറില്ല, ഒരു സഹായവും അവരുടെ ഈ ആദർശ പ്രകൃതത്തിൽ സമസ്തയുടെ ഭാഗത്ത് ലഭിക്കില്ലെന്ന് ആധികാരികമായി സമസ്ത കേരള ജംഇയ്യത്ത് അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലുള്ള ഏത് വിഭാഗത്തും ഏത് സമയവും നേരിടാൻ സജ്ജമാണെന്നാണ് ഈ മഹാസമ്മേളനം തെളിയിക്കുന്നത്. ഈ ഒരു പ്രദേശത്തെ ആളുകൾ മാത്രമാണ് ഈ ആയിരങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മൊത്തം ജനാവലിയെ വിളിച്ചാൽ 4 ദിവസം കൊണ്ട് 10,000 ലക്ഷങ്ങൾ
ലക്ഷങ്ങൾ തടിച്ചുകൂടുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ കേരളത്തിൽ ഇവിടെ സമ്മേളനം നടത്തി ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ നേരിടാൻ ഇവർ തന്നെ മതി. ഇതിനപ്പുറം ആളുകൾ വേണ്ട. ഇൻഷാ അല്ലാഹ് ബിദ്അത്തിനെ അതിശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് സമസ്ത അജയ്യമായി മുന്നോട്ട് പോകും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമ്മുടെ അഭിനന്ദനായ പ്രവർത്തകൻ സദഖത്തുല്ലാ മാസ്റ്റർ മുൻനിരയിലുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ മാതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പ്രിയങ്കരനായ ആബിദ് ചാമപ്പറമ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ മാതാവ് ഈ പ്രവർത്തനങ്ങൾക്ക് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഇവിടെ മരണപ്പെട്ടു പോയ എല്ലാ മാതാപിതാക്കൾക്കും ബന്ധപ്പെട്ട ഉസ്താദുമാർക്കും ഗുരുവരന്മാർക്കും സാധാകൃത്തുക്കൾക്കും പ്രവർത്തകർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദുആ ചെയ്യുന്ന വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.